രാഹുലെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രി എവിടെ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇന്ന് ആ ഒരു അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് വി.ഡി. സതീശൻ കേരളത്തിന്റെ 16ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേക്കാൻ പോവുകയാണ്. അടുത്ത ആഴ്ച എന്തായാലും സത്യപ്രതിജ്ഞ ഉണ്ടാവും. പക്ഷേ NSSന്റെ നേതാവ് സുകുമാരൻ നായർ ഒരു ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി, അത് ശരിയായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ദിവസം എവിടെയായിരുന്നു ഈ സുകുമാരൻ നായർ? കഴിഞ്ഞ പിണറായി മന്ത്രിസഭ ഉണ്ടായി, 2 ടീം ഉണ്ടായി, ഒരക്ഷരം മിണ്ടാൻ ഇവിടെ സുകുമാരൻ നായർ ഉണ്ടായിരുന്നോ? ഇവിടെ കോൺഗ്രസ്സുകാർ മാത്രം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ വേണ്ടി കുറെ ജന്മങ്ങളുണ്ട്. സുകുമാരൻ നായരുണ്ട്, വെള്ളാപ്പള്ളി നടേശനുണ്ട്, അവർക്കെല്ലാം അഭിപ്രായം പറയണം. ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ ആണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് വി.ഡി. സതീശനെ ആയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വി.ഡി. സതീശനെ ബഫൂൺ എന്ന് കളിയാക്കുന്നു, കോമാളി എന്ന് കളിയാക്കുന്നു, അങ്ങനെ എന്തെല്ലാം രീതിയിൽ വളരെ മോശമായിട്ട് മ്ലേച്ഛമായിട്ട് വി.ഡി. സതീശനെ ആക്രമിക്കുന്ന ഒരാളായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്. ഇനി അവരും വരും, കോൺഗ്രസിൽ നിങ്ങൾ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പിണറായി മന്ത്രിസഭയെ ഒരക്ഷരം കൊണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയാത്ത ഇവരൊക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴേക്കും ഇവരൊക്കെ ജാതിയും മതവും പറഞ്ഞു വരുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട ഒരാളാണ് വി.ഡി. സതീശൻ. എന്തിനാണ്? വർഗീയതയ്ക്കെതിരെ എന്നതിന്. ഈ NSSകാർ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ആരായിരുന്നു? വി.ഡി. സതീശനെ ആയിരുന്നു. അഹങ്കാരിയാണ്, അങ്ങനെയുള്ള ഏറ്റവും വലിയ അപഹാസ്യങ്ങൾ നേരിടേണ്ടി വന്ന ഒരാളാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ്. നമ്മൾ പറയുന്ന പോലെ തന്നെ SDPI ഏറ്റവും കൂടുതൽ വിമർശിച്ച ആരെയാണ്? ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും കൂടുതൽ വിമർശിച്ച ആരാണ്? ഇവിടെ കേരളത്തിൽ മുഴുവൻ ആളുകളും ഏറ്റവും കൂടുതൽ വിമർശിച്ച, അല്ലെങ്കിൽ ഈ വർഗീയ ചാപ്പയുള്ള വർഗീയത കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് ഇവിടെ വി.ഡി. സതീശനെ തന്നെയായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ ഇന്നലെ രാത്രിയിൽ സുകുമാരൻ നായർ പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളുമില്ലാത്ത സുകുമാരനുള്ള കോൺഗ്രസ്സുകാരുള്ള സ്നേഹം, ഇവരെല്ലാം കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗിന് സംസാരിക്കാം, മുസ്ലിം ലീഗ് മുന്നണിയാണ്, കൂടെയുള്ള മുന്നണിയാണ്. 10-24 അംഗങ്ങളുണ്ട് മുസ്ലിം ലീഗിന്, അവർക്ക് സംസാരിക്കാം. ഇവിടെ NSSന് ആരെങ്കിലും ഉണ്ടോ മുന്നണിയായിട്ട് പറയാം? രാഹുൽ, എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന എനിക്കൊരു സംശയം, ഇവര് എടുത്തു കാണിക്കുന്നത്, അതായത് ഇപ്പൊ ഏത് സംഘടനയാണെങ്കിലും ഈ പറയുന്ന മുസ്ലിം ലീഗിനെ എടുത്തു കാണിക്കുന്നത് തീവ്ര മുസ്ലിം പക്ഷം, അല്ലെങ്കിൽ തീവ്രമായ മുസ്ലിം ആശയങ്ങളെ കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് ലീഗിനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ NSS എന്ന് പറയുന്ന ആ സംഘടനയും സത്യത്തിൽ ചെയ്യുന്ന അത് തന്നെയല്ലേ? തീവ്രമായിട്ടുള്ള നായർ പ്രീണനമല്ലേ ഈ സുകുമാരൻ നായർ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇന്ന് കാണുന്ന ഗതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റി രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ സുകുമാരൻ നായർ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ വൈഭവം എടുത്തു നോക്കി കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ KSU നേതാവായിട്ട് കടന്നു വന്ന ഒരാളാണ്. NSUവിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. KACCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അത്രയും പദവികൾ കൈകാര്യം ചെയ്തു വന്ന ഒരാളെ ഒറ്റ രാത്രി കൊണ്ട് വർഗീയ ചാപ്പ ചാർത്തി കൊടുത്ത ഒരാളാണ്. അതായത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ താക്കോൽ സ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണമെന്ന് പറയുന്ന ഒറ്റ പ്രസ്താവനയിലൂടെ അദ്ദേഹത്തിന് വർഗീയ ചാപ്പ, അദ്ദേഹം ഒരു NSSന്റെ അനുകൂലി, അല്ലെങ്കിൽ NSSന്റെ ഒരാളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾക്കൊരു മതേതര മുഖമുണ്ട്. ആ മുഖത്തിൽ ഒരു വിള്ളൽ വീഴുന്ന ആരെങ്കിലും അവർ കണ്ടു കഴിഞ്ഞാൽ അവർ മാറ്റി നിർത്തും, തീർച്ചയായിട്ടും മാറ്റി നിർത്തും. അത് അവർ അംഗീകരിക്കില്ല, ജനങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് ഒരു വർഗീയ ചാപ്പ് വരുന്നത്. അദ്ദേഹം എല്ലാം ഇപ്പോ നമുക്കറിയാം, മത സന്തുലനം അല്ലെങ്കിൽ സാമൂഹ്യ സന്തുലനത്തിലുള്ള ഒരു സാധനമാണ്. രാഷ്ട്രീയപരമായിട്ട് ഓരോ മത്സരാർത്ഥികളെ നിർത്തുമ്പോൾ അതിൽ കൃത്യമായിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും അവർക്ക് വേണ്ടുന്ന പ്രാതിനിധ്യം കൊടുക്കുക എന്ന് പറയുന്നത്, ഇപ്പം ഹിന്ദുവിനാണെങ്കിലും ക്രിസ്ത്യാനിക്കാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണെങ്കിലും അടിസ്ഥാന വർഗങ്ങൾക്കാണെങ്കിലും ഇവരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ UDFനെ എല്ലാ കാലത്തും കാണുന്നത്. എക്കാലത്തും UDFന്റെ മുഖവും അങ്ങനെയാണ്. അപ്പോ ഒരു മതേതര പാർട്ടി എന്ന് പറയുമ്പോൾ പോലും എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയായിട്ടാണ് UDFനെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോ എന്ത് തന്നെയാണെങ്കിലും ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവിന്
ഒരു മതത്തിന് അല്ലെങ്കിൽ ജാതി സംഘടനയുടെ ആളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ സുകുമാരൻ നായരാണ്. അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് ഇന്ന് കാണുന്ന രമേശ് ചെന്നിത്തലയെ ജനങ്ങൾ മറ്റൊരു രീതിയിൽ NSSന്റെ ഒരാൾ എന്ന് പറയുന്ന രീതിയിലേക്ക് കണക്കാക്കിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. അത് കാരണം ടീം UDFന്റെ ജയത്തിൽ ഏറ്റവും കൂടുതൽ പട നയിച്ചിട്ടുള്ളത് VD സതീശനാണ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നതായിരുന്നു ഈ മുദ്രാവാക്യങ്ങളും തലക്കെട്ടുകളും വരെ. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം വിരോധം VD സതീശനോട് എല്ലാവർക്കും ഉണ്ടാകുവാനുള്ള കാരണം? അത് സ്വാഭാവികമായും ഉയരുന്ന ഒരു സംശയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്തതെന്ന് നമ്മൾ അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ മതി. എന്തിന് UDFന് വോട്ട് ചെയ്തു? UDFന്റെ നിലപാടുകളായിരുന്നു, VD സതീശന്റെ നിലപാടുകളായിരുന്നു, വർഗീയതക്കെതിരെയുള്ള നിലപാടുകളായിരുന്നു. ഇവിടെ SDPയുടെ വോട്ട് വാങ്ങിച്ചത് ആരാണ്? SDPI വർഗീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇവിടുത്തെ CPM തന്നെയാണ്. ആദ്യമായിട്ട് SDPI പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നത് ഇവിടെയാണ്, നേമത്താണ്. നേമത്ത് ഞങ്ങൾ നമ്മുടെ ശിവൻകുട്ടിക്ക് പിന്തുണ നൽകും. VD സതീശ, നീ ഓർത്തു വെച്ചോ, നിങ്ങളുടെ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ മത്സരിക്കുമെന്ന് പറഞ്ഞു. മത്സരിച്ചു. VD സതീശൻ പറഞ്ഞു, നീയൊക്കെ മത്സരിക്കുന്നതൊക്കെ മത്സരിക്ക്, അങ്ങനെ ഞാൻ തോറ്റുപോവാണെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. 1000 തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാലും ഒരു വർഗീയതയുടെ മുന്നിലും തല കുനിക്കില്ല എന്ന് പറയുന്ന VD സതീശനെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ നിലപാടിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. വർഗീയ ശക്തികളെ മുഴുവൻ മാറ്റി നിർത്തിയതിന് കേരളത്തിനൊരു മതേതര ബോധ്യമുണ്ട്, ഒരു ജനാധിപത്യ ബോധ്യമുണ്ട്. അത് ജനങ്ങൾ നൽകുന്നത് എല്ലാ മതങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ സംഘടന വളർന്നു വരുന്നുണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് അനുകൂലമായിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റതിന്റെ പ്രധാനപ്പെട്ട കാരണവും അതിലൊന്നു തന്നെയാണ്. ഒരു മതേതര കേരളത്തെ കെട്ടിപ്പടുക്കാൻ ഇപ്പോ ശബരിമലയിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോഴും വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കാറിൽ കയറ്റി കൊണ്ടു നടക്കുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളൊരു ഇടിവ്, അത് വലിയൊരു ഇടിവാണ്. ഇന്ന് 35 സീറ്റിലേക്ക് ഇവിടുത്തെ LDF സംഘടന ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരെടുത്ത നിലപാടുകളാണ്. വർഗീയ ശക്തികളുടെ SDPI എന്ന് പറയുന്ന വർഗീയ ശക്തിയെ കൂട്ടുപിടിച്ചു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നാഴികയ്ക്ക് 40 വട്ടം വർഗീയത തുപ്പുന്ന, ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കൊണ്ടാണ്. അയാളെ തോളയിൽ കൈയിട്ട് സ്വന്തം കാറിൽ കൊണ്ടു നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം അവരുടെ മനസ്സിലുണ്ട്. ഈ CPMകാരാണെങ്കിലും അണികളാണെങ്കിലും അവരാരും അടിമകളൊന്നുമല്ല. മാറ്റി കുത്താനും തിരിച്ചു കുത്താനും ഒക്കെ അവർക്കും അറിയാം. ഇവിടെ VD സതീശന് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, UDFന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർഗീയതക്കെതിരായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF എടുത്ത നിലപാട് കൊണ്ടാണ്, VD സതീശൻ എടുത്ത നിലപാട് കൊണ്ടാണ്. അതുകൊണ്ടാണ് VD സതീശനെ ഇവിടുത്തെ എല്ലാ മത നേതാക്കന്മാരും കടന്നാക്രമിച്ചത്. ഒരു വിഭാഗം പോലും ഇല്ലാതെ എല്ലാ മത നേതാക്കന്മാരും കടന്നാക്രമിച്ചില്ല VD സതീശനെ. പിന്നെ SDPI ആണെങ്കിലും NSS ആണെങ്കിലും നമുക്കറിയാം, NSSഉം SNDP ആണ് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഒരു ജാതി സംഘടനകൾ. അവര് പോലും VD സതീശനെ ബഫൂൺ എന്നും കോമാളി എന്നും തണ്ടേടി എന്നും അങ്ങനെയൊക്കെ ഓരോ പട്ടങ്ങൾ ചാർത്തി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ജനങ്ങളുടെ മുന്നിൽ ഒരു മൂല്യമാണ്. ഇന്ന് അദ്ദേഹം VD സതീശൻ ഒരു മുഖ്യമന്ത്രി ആയിട്ട് വരുമ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് നോക്കൂ. കോൺഗ്രസിനകത്ത് പോലും അദ്ദേഹത്തിന് സപ്പോർട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സപ്പോർട്ട് അയാൾക്ക് അനുകൂലമാക്കി. വർഗീയതക്കെതിരെ നിലപാടുകൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു വലിയ ചിത്രമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ VD സതീശൻ എന്ന് പറയുന്ന നേതാവ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ നയിക്കട്ടെ എന്ന് ഹൈക്കമാൻഡും പറഞ്ഞത്.